ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോയമ്പത്തൂരുള്ള ഉക്കടം മാർക്കറ്റിലാണ്. കോയമ്പത്തൂരാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു ഫിഷ് മാർക്കറ്റാണ്. ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റാണ്. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഫിഷ് വാങ്ങാൻ പറ്റും. ഇവിടുത്തെ ഫിഷ് മെയിനായിട്ട് വരുന്ന എവിടെ നിന്നൊക്കെയാണെന്ന് വെച്ചാൽ തൂത്തുക്കുടി, പിന്നെ കൊച്ചി വൈപ്പിൻ ഹാർബർ, അവിടെ നിന്നൊക്കെയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഇവിടെ എത്തും. അത്യാവശ്യം വിലക്കുറവിൽ, അതായത് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിലക്കുറവിൽ നമുക്കിവിടുന്ന് വാങ്ങാനും പറ്റും. അപ്പം ഞങ്ങളിവിടെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല. ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും വരുന്നത്. ഇത് ഇച്ചിരി ദൂരെയാണ്, ഒരു 8-9 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന്. അപ്പം ഞങ്ങൾ എപ്പോഴൊന്നും വരാറില്ല. ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള സാറ്റർഡേയോ സൺഡേ അങ്ങനെ വന്ന് ആവശ്യത്തിനുള്ള മീൻ വാങ്ങിയിട്ട് പോവും. അതാണ് ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ മീൻ കണ്ടില്ലേ, കടൽ പോലെ ഇങ്ങനെ നിരത്തി അടുക്കി വെച്ചേക്കുന്നത്. അത്യാവശ്യം നമുക്ക് വിലക്കുറവിൽ നമുക്കിവിടുന്ന് വാങ്ങുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരൊക്കെ ഉള്ള കൂടുതൽ മലയാളീസും ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ കൂടുതൽ മലയാളീസിനെ ഇവിടെ കാണാറുണ്ട്. അപ്പം ഇത് കാണാൻ തന്നെ ഒരു കടപ്പുറത്ത് പോയ പോലൊരു അവസ്ഥയാണ്. എവിടെ നോക്കിയാലും മീൻ മാത്രം. പല വെറൈറ്റിയിലുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെയുള്ള മീനുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് ഒരു റൗണ്ട് എല്ലാ മീനൊക്കെ നോക്കി അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ചുറ്റിയിട്ട് ഞങ്ങളൊരു റൗണ്ട് ഇങ്ങനെ പോയിട്ട് ആണ് തിരിച്ചു വന്ന് പിന്നെ വാങ്ങുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നെയ്മീനൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മത്തി പറയുന്നത് ഇവർ കേരള മത്തി എന്നാണ് പറയുന്നത്. മത്തി, അയല, ചാള, ചൂര, ഞണ്ട്, കൊഞ്ച്, അങ്ങനെ കുറേ ടൈപ്പ് മീനുകൾ. എനിക്ക് പേരറിയാത്ത മീനുകൾ പോലും ഇവിടെ ഉണ്ട്. അത്രയ്ക്കുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ കോയമ്പത്തൂരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയത്തില്ല എങ്കിൽ ഒരു ദിവസം ഇവിടെ വന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ മീൻ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനൊക്കെ ലാഭത്തിൽ നമുക്ക് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങിയത് ചുമന്ന മീൻ എന്ന് പറയും, സുന്ദരി എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ പറയും. നെയ്മീൻ കുറച്ച് വാങ്ങി, ചാള വാങ്ങി. എന്നിട്ട് ഞങ്ങൾ പോവാണ്. ടാറ്റ ബൈ ബൈ സി.